ഇല്ലമ്മേ, ഞാൻ കല്യാണത്തിന് പോണില്ല. അതെനിക്കിവിടെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇല്ലമ്മേ, അതുകൊണ്ടൊന്നും അല്ല, എനിക്ക് തീരെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാ. അവരെന്ത് വിചാരിച്ചാലും ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൂടി നോക്കണ്ടേ. എന്തായാലും അമ്മ പോകുമ്പോഴേ അവരോട് പറഞ്ഞാ മതി, ഞാൻ വേറൊരു ദിവസം വരാന്ന്. ആ ശരി അമ്മ, എന്നാലേ. ആ, കല്യാണത്തിന് പോകുന്നില്ലേ? അത് നീ അങ്ങനെ പറഞ്ഞേ? അത് വേറൊന്നല്ല ഏട്ടാ, അത് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാ. കാര്യങ്ങളോ? എന്ത് കാര്യങ്ങള്? അതങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല. എനിക്കെന്തോ വലിയ മൂഡില്ല പോവാൻ. അതെങ്ങനെയാ ശരിയാവുക? നമ്മൾ ഇന്നലെ തീരുമാനിച്ചല്ലേ ഒരാൾ ഇവിടുന്ന് പോണെന്ന്. നീയല്ലേ പറഞ്ഞു നീ പോവാന്ന്. പിന്നെ ഇപ്പൊ എന്താ കുഴപ്പം? നമ്മുടെ കുട്ടീന്റെ പിറന്നാളിനെ അവരിവിടെ വന്നിട്ട് ആരപ്പവന്റെ വളയിട്ടാ പോയത്. അപ്പൊ നമ്മളെങ്ങനെ അങ്ങോട്ട് പോകാണ്ടിരിക്കുക? ഓ, അതന്നെ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞേ. എന്റെ ഏട്ടാ, അന്ന് നമുക്ക് അവർ തന്ന അരപ്പവൻ നമ്മൾ ഇപ്പൊ പോയിട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോ ഒരു 1/4 പവനെങ്കിലും കൂടി ചേർത്ത് കൊടുക്കണ്ടേ? അരപ്പവൻ തന്നെ കൊടുക്കാൻ പറ്റുമോ? എന്ന് വെച്ചാൽ 3/4 പവനെങ്കിലും കൊടുക്കേണ്ടി വരൂലേ? പിന്നെ അതിനനുസരിച്ച് കൊടുക്കണ്ടേ? അവര് നമുക്ക് തന്നതല്ലേ, അതിലൊരു മര്യാദ. നമ്മുടെ കുട്ടിന്റെ ഒന്നാമത്തെ പിറന്നാളിനല്ലേ ഒരു അരപ്പവൻ കൊണ്ട് തന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് 7 വയസ്സായില്ലേ. ഇപ്പൊ 7 വർഷം മുമ്പുള്ള അരപ്പവന്റെ പൈസയും ഇപ്പോഴത്തെ പൈസയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. അരപ്പവന്റെ പൈസ ആലോചിക്കുമ്പോ തന്നെ പേടിയാണ്. പിന്നെ എങ്ങനെ ഈ 3/4 പവൻ കൊണ്ടുപോയി കൊടുക്കുക? അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? നമുക്കത് തിരിച്ചു കൊടുക്കണ്ടേ? 10-30,000 രൂപ വേണം ഒരു 3/4 പവൻ വാങ്ങിക്കൊണ്ടുപോകാൻ. പോകാണ്ടിരുന്നാ പിന്നെ അവിടെ സംസാരം ഇല്ലല്ലോ. അപ്പൊ ഞാൻ മാത്രമൊന്നുമല്ല, കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് വരാം. അപ്പൊ പിന്നെ വലിയ സ്വർണം കൊടുത്തില്ലെങ്കിലും അത് വലിയ സംസാരമായിട്ടൊന്നും വരൂല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, പൈസ കൊടുക്കാം. സ്വർണം കൊടുക്കുമ്പോഴല്ല അതിന് പണിക്കൂലി അതൊക്കെ വരിക. ഇതാകുമ്പോ പിന്നെ ആ പ്രശ്നമല്ലല്ലോ. പൈസ കൊടുക്കാനോ? എന്താ നിങ്ങൾ ഈ പറയുന്നേ? അന്നിപ്പോ അവർക്ക് എത്ര ചെലവായിട്ടുണ്ടാവും? ഒരു 10,000 രൂപ ചെലവായിട്ടുണ്ടാവും അരപ്പവൻ വാങ്ങാൻ. ഇപ്പൊ നമ്മൾ ഈ 10,000 കൊടുത്താൽ മതിയോ? എടി, അങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ? എന്ത് മോശം? ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴാണ് ഇതൊക്കെ മോശമായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ഇല്ലേ, ഇതൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ. തൽക്കാലം ആ പൈപ്പ് തന്നെ ഞാൻ ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കട്ടെ. എന്തായാലും ദിനുമോൻ കല്യാണത്തിന് വന്നില്ലേ? അപ്പൊ നിനക്കും കൂടി വന്നോടായിരുന്നോ? അമ്മ, അതിന് ദിനുവേട്ടൻ കല്യാണത്തിന് വന്നിട്ടില്ലല്ലോ. അതെന്താ, നിന്നോട് പറയാതെയാണോ വന്നത്? അവിടെ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിനോട് എന്നോട് പറഞ്ഞിട്ടാ വന്ന്. ഞാൻ പെട്ടെന്ന് മറന്നുപോയി അമ്മ ചോദിച്ചപ്പോ. ശരി അമ്മ, ഞാൻ വിളിക്കാമേ, ചെറിയ തിരക്കില്ല. എന്നാലും ഇതിപ്പോ എന്നോട് പറയാണ്ട് പോയെ. വെറുതല്ല വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടിരുന്നു. ഇപ്പൊ സ്വർണം വല്ലതും കൊടുത്തിട്ടുണ്ടാവും. ഈശ്വരാ, ഒന്നും കൊടുക്കാതിരിക്കണേ. അല്ല, ഇതെന്താ ഒന്നും വേണ്ടാണ്ട് പോണ്? നിങ്ങളിന്ന് കല്യാണത്തിന് പോയില്ലേ? ആ, ഞാൻ കല്യാണത്തിന് പോയി. അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ നിന്നെ ചോദിച്ചു കേട്ടോ. അമ്മ മാത്രല്ല, എല്ലാരും അവിടെ നിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഓ, അതിപ്പോ അല്ലേലും അങ്ങനെ തന്നെ അല്ലേ. ഈ പരിപാടിക്കൊക്കെ പോകുമ്പോഴേ പോവാത്ത ആൾക്കാരെല്ലാരും ചോദിക്കുക. അതൊക്കെ വിട്, നിങ്ങളൊന്നും കൊടുത്തില്ലല്ലോ അല്ലേ? പിന്നെ കൊടുക്കാണ്ട് അവിടെ വെറുതെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞിന് അവരൊരു വള തന്നല്ലേ, അപ്പൊ അതുപോലെ തിരിച്ചു ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചു ചെയ്തുന്നോ? അപ്പൊ നിങ്ങൾ സ്വർണം കൊടുത്തോ? പിന്നെ കൊടുക്കണ്ടേ? എന്ത് പണിയാ നിങ്ങൾ ഈ ചെയ്ത്? ചെറിയ പൈസയാണ് ഇപ്പൊ ചെലവായി ഉണ്ടാകുക. എന്തിനിങ്ങനെ അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കി വെക്കുന്നത്? കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയല്ലേ. അനാവശ്യ ചെലവോ? എടേ, നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ വരുന്നവര് സ്വർണവും പൈസ ഒക്കെ തരുന്നത് അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവുമ്പോ അവർക്കത് തിരിച്ചു കിട്ടുന്ന ഒരു പ്രതീക്ഷയിലായിരിക്കില്ലേ? അവര് തരുമ്പോ നല്ല സന്തോഷമായിരുന്നല്ലോ വാങ്ങി കയ്യിൽ വെക്കാൻ. അത് തിരിച്ചു കൊടുക്കുമ്പോ ഇല്ലാത്തത്. അതിന് അന്നത്തെ സ്വർണത്തിന്റെ വിലയും ഇന്നത്തെ വിലയും തമ്മിൽ ഒരുപാട് വ്യത്യാസമല്ലേ? നീ പൈസേനെ കണക്കൊന്ന് നിർത്ത്. അവർ അന്നത് കൊണ്ടുതരുമ്പോഴേ ഇതേപോലെ അവർക്കും ചെലവായിട്ടുണ്ടാവും പൈസ. ഒരാളൊരു സാധനം കൊണ്ടു തന്നിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു കൊടുക്കാനും കൂടെ പഠിക്കേ. നാളെ എനിക്ക് അവരെ മുഖത്ത് നോക്കാനുള്ളതാ. കുട്ടി ഉറങ്ങിയോ? ഈ ഡോറ് തുറന്നിട്ട് ഇവള് എവിടെ പോയി? ഏട്ടനെത്തിയോ? ഈ ഡോറ് തുറന്നിട്ട് നീ എവിടെ പോയതാ? കുഞ്ഞവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ? കുഞ്ഞു ഉറങ്ങിയോ? ഞാൻ മുമ്പ് ഇവിടെ കാർട്ടൂണും കണ്ട് കിടക്കായിരുന്നു.
പിന്നെ അമ്മിണി ചേച്ചി മേലെ പണിയെടുക്കുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ ടെറസ് ക്ലീൻ ചെയ്യാൻ. അവർക്ക് ഫിനോയിൽ വേണം പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കാൻ പോയത്. അല്ല, അവരെ പിന്നെയും പണി കഴിഞ്ഞു പോയില്ല? പണി കഴിഞ്ഞു പോവാനോ? നല്ല കാര്യമായി. കുറെ വീട്ടിൽ നിന്ന് പണി കൂടില്ലാന്ന് പറഞ്ഞിട്ട് ഇതാ കുറച്ചു നേരമായിട്ട് എത്തിയിട്ടേ ഉള്ളൂ. ദീപാവലി അല്ലേ, ഈ വീട് മുഴുവൻ ഒന്ന് ക്ലീൻ ആക്കി ഇടണ്ടേ. ഇതിപ്പോ സമയം 2 മണിയായില്ലേ? സാധാരണ അവര് 12 മണിക്ക് തിരിച്ചു പോകുന്നല്ലേ? ഞാൻ രാവിലെ 6:30 പാല് വാങ്ങാൻ പോകുമ്പോ അവര് കോളനിക്ക് വരുന്നത് ഞാൻ കണ്ട, വേറെ വീട്ടിൽ പണിയെടുക്കാൻ. ഇപ്പൊ ഇനി കുറച്ച് ദിവസത്തേക്ക് എല്ലാ വീടുകളിലും കുറച്ച് പണികൾ കൂടുതലായിരിക്കും. ഇതിപ്പോ ഇത്രയും നേരമായില്ലേ? എന്നാ പിന്നെ ഇന്ന് അവരോട് പോകാൻ പറ, നാളെ വന്നിട്ട് ബാക്കി ചെയ്യാൻ പറ. നാളെ വരാനോ? എന്തിന്? അവര് പണിയെടുത്തോട്ടെ, അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള പാടെ എനിക്കറിയോ. നീ എന്തേലും ചെയ്, വിശന്നിട്ട് നീ ഭക്ഷണം എടുത്തു വെക്ക്. പറയുന്ന പോലെ 2 മണി കഴിഞ്ഞില്ലേ, ഞാനിപ്പോ എടുത്തു വെക്കാം. അല്ല, നീ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ? കഴിക്കാൻ കൊടുക്കാനോ? എന്തിന്? നല്ല കാര്യമായി. ഇത് വെറുതെ പണിയെടുത്ത് തരുന്നല്ല, എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് അവര് പണിയെടുക്കുന്നത്. ഇനിയിപ്പോ കഴിക്കാൻ കൂടി വേറെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് പിന്നെ കൊടുക്കണ്ടേ, അത് എക്സ്ട്രാ വർക്കല്ലേ. നീയേ തൽക്കാലം അവരോട് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പണി ചെയ്യാൻ പറ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കുഴപ്പാ? അവരെടുക്കുന്ന പണി എടുത്തോട്ടെ, അതിന്റെ ഇടയ്ക്ക് ഭക്ഷണം കൂടി കഴിക്കാൻ വിളിച്ചിട്ട്. അവരില്ലേ 1 മണിക്കൂർ തികച്ച് പണിയില്ല, അത് കഴിഞ്ഞ് അവര് പൊയ്ക്കോളും. എന്താടി ഇത്? ഒരു നേരത്തെ ഭക്ഷണത്തിന് നീ കണക്ക് പറയാണോ? എടി, ദീപാവലിക്ക് വേണ്ടിയല്ലേ നീ വീടൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്? വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും നിനക്ക് മനസ്സില്ലെങ്കിൽ നീ ചെയ്യുന്നതിലേക്ക് എന്താ കാര്യമുള്ളത്? നീ ആദ്യം അവരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ നോക്ക്. ഞാൻ ചോദിക്കാൻ വരില്ലായിരുന്നു. ഇതിപ്പോ ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ കാണിക്കണം ഹോസ്പിറ്റലില്. എന്താ ചെയ്യാന്ന് അറിയാണ്ടായി. ആദ്യം തന്നെ ഓർമ്മ വന്നത് ഇവിടെയാ, അതാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. അയ്യോ, ഇതിപ്പോ ഇന്നലെ വന്ന് ചോദിച്ചാണെങ്കിൽ കിട്ടായിരുന്നു. കുറച്ചു നേരം മുമ്പായിരുന്നു ഒരു കുറി ഉണ്ടായിരുന്നേ, അപ്പൊ അതിനാ പൈസ എടുത്തു കൊടുത്തു. ഇനിയിപ്പോ ഇവിടെ പൈസ ഒന്നും ഇല്ല, അതുകൊണ്ടാ. അയ്യോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഞാൻ ഇവിടുന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയില് മോനോട് റെഡിയായിട്ട് നിൽക്കാനും പറഞ്ഞു. കുട്ടി ഇപ്പൊ റെഡിയായി നിൽക്കുന്നുണ്ടാവും. എന്താ ഞാൻ പോയി പറയാ അവനോട്? ഇവിടെ ഇല്ലാത്തോണ്ടല്ല, ഞാൻ തരുമായിരുന്നു. ചേച്ചി ഒരു കാര്യം ചെയ്യും, വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, കിട്ടാണ്ടിരിക്കൂല. അതിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയല്ലേ. ഇവിടെ ഇപ്പൊ എന്തായാലും ബസ്സിനുള്ള പൈസ ഉണ്ടാവും. ഒരു 100-150 രൂപ മതിയാവൂലേ? ഞാൻ നോക്കട്ടെ, എടുത്തുതരേ. നീ എന്തിനാ അവരോട് അങ്ങനെ പറഞ്ഞത്? ഇവിടെ പൈസ ഉണ്ടല്ലോ, അതെടുത്ത് കൊടുത്തൂടെ? പൈസ എടുത്തു കൊടുക്കാനോ? എന്നിട്ട് എങ്ങനെ തിരിച്ചിടുന്നു വിചാരിച്ചിട്ടാ? അവരുടെ ഭർത്താവിനെ പണിയില്ലാണ്ട് കുറെ ദിവസമായി. പിന്നെ ചെക്കനാണെങ്കിലും കാര്യമായിട്ട് പണിക്കൊന്നും പോകുന്നില്ല. എടി, ഹോസ്പിറ്റൽ കേസ് അല്ലേ, അസുഖം എന്ന് പറഞ്ഞാൽ ആർക്കും വരാം. അവരിപ്പോ പൈസ തിരിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നീ എടുത്തു കൊടുക്കാൻ നോക്ക് പൈസ. അതിന് 100-200 ഒന്നും അല്ല, 1000 രൂപയാണ് ചോദിക്കുന്നത്. പൈസ ഇല്ലെങ്കിൽ വേറെ എത്ര ഹോസ്പിറ്റലുണ്ട്, അവിടെ എവിടെയെങ്കിലും കാണിച്ചാൽ പോരെ? ഇത് പ്രൈവറ്റിൽ തന്നെ കാണിക്കണമെന്നുണ്ടോ? അതും കടവും. എടി, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോ നീ ഇങ്ങനെയാണ് സംസാരിക്കുക? ഇതിപ്പോ നമ്മൾ ഒരാളോട് സഹായം ചോദിക്കുമ്പോ അവര് നമ്മളോട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിലോ നമുക്ക് എത്ര വിഷമം വരും? ഈ സമയത്ത് നീ മനുഷ്യത്വം കാണിക്കാൻ പഠിക്കേ. ഷെൽഫില് പൈസ വെച്ചിട്ടുണ്ട്, നീ എടുത്ത് കൊടുക്കാൻ നോക്കാറുണ്ട്. അയ്യോ, ഞാനിപ്പോ അവരോട് ഇല്ലാന്ന് പറഞ്ഞു. ഇനിയിപ്പോ എങ്ങനെ എടുത്തു കൊടുക്കുക? ഇനിയിപ്പോ പൈസ എടുത്തു കൊടുത്താൽ അവരെന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? അത് നീ എന്ത് വേണേലും പറഞ്ഞു. ഇങ്ങനത്തെ ഒരു സമയത്തല്ലേ ഒരാളെ സഹായിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കുറെ നേരമായില്ല അവര് വെയിറ്റ് ചെയ്യുന്നത്, നീ പൈസ എടുത്ത് കൊടുക്കാൻ നോക്ക്. അതെ, ഇനിയിപ്പോ പൈസ തിരിച്ചു കിട്ടില്ല എന്ന് ഓർത്ത് പേടിക്കണ്ട. അവരുടെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. ചേച്ചി, ഇതാ പൈസ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഞാൻ ഏട്ടനോട് ചോദിച്ചു നോക്കിയതാ. അപ്പൊ ഏട്ടൻ വേറെ എന്തോ കാര്യത്തിന് മാറ്റി വെച്ച പൈസ ഉണ്ടായിരുന്നു. ഇതാ. സമാധാനം എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സമാധാനമായി. ഇത്ര നേരം ഞാൻ ഇവിടെ നെഞ്ചിൽ തീയുമായിട്ടാ നിന്നത്. എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതും പൈസ തിരിച്ചു തരാൻ നോക്കാം കേട്ടോ. ഇവിടെ അത്യാവശ്യം ഉണ്ടാവൂലേ? അതൊന്നും വേണ്ട, ഇവിടെ ഇപ്പൊ പൈസക്ക് തൽക്കാലം അത്യാവശ്യങ്ങളൊന്നും ഇല്ല. പൈസേന്റെ കാര്യങ്ങളൊക്കെ ചേച്ചി വിട്ടേക്ക്. ഇപ്പൊ ഹോസ്പിറ്റലിലെ കാര്യം നോക്കാൻ നോക്കാം.
എന്നാ ശരി, ഞാൻ പോട്ടെ. ഈ കഥയിലെ കഥാപാത്രങ്ങളുമായി നിങ്ങൾക്ക് ആരെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണേ.